ബസ് കാത്തു നിൽക്കുന്ന ഭാഗത്തെ സ്ഥലപരിമിതി ബസ് കാത്തു നിൽക്കുന്നവരെയും ബസ്സിൽ വന്നിറങ്ങുന്നവരെയും ദുരിതത്തിലാക്കുന്നു. പാലാ കോഴ റോഡിൽ കോഴിക്കൊമ്പിലാണ് ബസ് കാത്തു നിൽക്കുന്ന ഭാഗത്ത് ആവശ്യത്തിന് സ്ഥലമില്ലാത്തത്. മഴ പെയ്താൽ ഈ ഭാഗത്ത് ചെളി നിറയുന്ന അവസ്ഥയുമുണ്ട്. കോഴിക്കൊമ്പ് കവലയിൽ പാലാ ഭാഗത്തേക്കുള്ള ബസ് നിർത്തുന്ന ഭാഗത്താണ് ഈ ദുരവസ്ഥ. ഇവിടെ യാത്രക്കാർക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം വെള്ളക്കെട്ട് രൂപപ്പെടുകയാണ്. വീതി കുറഞ്ഞ ഭാഗത്ത് യാത്രക്കാർക്ക് മൂടിയില്ലാത്ത ഓടയിൽ കാലെടുത്ത് വെക്കേണ്ട അവസ്ഥയാണ്. പാലാ കോഴ മെയിൻ റോഡിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോപ്പാണ് കോഴിക്കൊമ്പ് ജംഗ്ഷൻ. വളരെ വീതി കുറഞ്ഞ ഒരവസ്ഥയാണ് ആ റോഡിന് നിലവിലുള്ളത്. ബസ്സിൽ നിന്ന് വന്നാൽ ബസ്സിലേക്ക് കയറാനോ ബസ്സിൽ നിന്ന് ആളുകൾക്ക് ഇറങ്ങാനോ പാടില്ലാത്ത വിധം അവിടെ ഓട ഉള്ളതുകൊണ്ടും വഴിക്ക് തീരെ വീതി ഇല്ലാത്തതുകൊണ്ടും പ്രത്യേകിച്ച് കുറവലങ്ങാട് ഭാഗത്തു നിന്ന് പാലാ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങാനും കയറാനും അസൗകര്യം നേരിടുന്ന സ്ഥിതി കുറേ നാളുകളായി തുടരുകയാണ്. പ്രത്യേകിച്ച് മഴയോടെ വന്നാൽ ഓട നിറഞ്ഞ് വെള്ളം കവിഞ്ഞ് ഓടയിലേക്ക് കാലെടുത്ത് വെക്കേണ്ട അവസ്ഥയാണ് യാത്രക്കാരെ സംബന്ധിച്ചും നടപ്പുകാരെ സംബന്ധിച്ചും ഉള്ളത്. ഈ സാഹചര്യത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാകാൻ വേണ്ടി നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് മൂലം യാത്രക്കാർ ഒട്ടേറെ ബുദ്ധിമുട്ടുകയാണ്. അവിടെ നിരവധി അപകടങ്ങൾ ഈ റൂട്ടിൽ പാലാ കോഴ റൂട്ടിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളൊരു കവല കൂടിയാണ് കോഴിക്കൊമ്പ് കവല എന്നുള്ളതാണ് വസ്തുത. ഈ സാഹചര്യത്തിൽ അടിയന്തരമായിട്ടും ഈ തുറന്നു കിടക്കുന്ന ആഴമേറിയ ഓടകൾക്ക് മൂടി സ്ലാബ് ഇട്ടുകൊണ്ട് ഒരു പരിഹാരവും അതോടൊപ്പം തന്നെ ഒരു നിലവിലുള്ള ബസ് ഇറങ്ങുന്ന കുറവലങ്ങാട് ഭാഗത്തുനിന്ന് പാലാ ഭാഗത്തേക്ക് വരുന്ന ബസ്സുകൾ ഇറങ്ങുന്ന ഇപ്പോഴത്തെ സ്റ്റോപ്പിൽ നിന്ന് ഒരു 50 അടിയോളം മുന്നോട്ട് നീക്കിയാൽ ആവശ്യത്തിന് വീതി അവിടെ ഉണ്ട്. ആ സ്റ്റോപ്പ് അങ്ങോട്ട് മാറ്റുകയും ചെയ്താൽ താൽക്കാലിക പരിഹാരമാകും. പക്ഷെ അതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. സ്ഥിരമായ സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട്. ഇവിടെ സ്ഥലമില്ലാത്തതിനാൽ യാത്രക്കാർ മറുഭാഗത്ത് ബസ് കാത്തു നിൽക്കുകയും ബസ് എത്തുമ്പോൾ യാത്രക്കാർ റോഡ് കുറുകെ കടന്ന് ബസ്സിൽ കയറാൻ ശ്രമിക്കുന്നത് അപകടങ്ങൾക്കിടയാക്കുകയും ചെയ്യുന്നുണ്ട്. പാലാ കോഴ റോഡിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് കോഴിക്കൊമ്പ് കവല. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുന്ന കോഴിക്കൊമ്പിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം വേണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. പാളയം ചേർപ്പങ്കൽ റോഡ് ആരംഭിക്കുന്ന ഈ കവലയിൽ റോഡ് സൈഡിലെ ആഴമുള്ള ഓടകൾക്ക് മുകളിൽ സ്ലാബ് ഘടിപ്പിക്കുകയും പാലാ ഭാഗത്തേക്കുള്ള വാഹനങ്ങളുടെ സ്റ്റോപ്പ് 50 അടിയോളം മുന്നോട്ട് മാറ്റുകയും ചെയ്താൽ താൽക്കാലികമായി പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് ആണ്ടൂർ ദേശീയ വായനശാല പ്രസിഡന്റ് AS ചന്ദ്രമോഹൻ പറഞ്ഞു. എത്രയും വേഗം അധികൃതർ വേണ്ട നടപടിയെടുക്കണമെന്ന് വായനശാല സെക്രട്ടറി B സുധാമണിയും ആവശ്യപ്പെട്ടു.